ഇതെന്താണ് സാർ? ഓക്കെ, ഒരു 10 റെസ്പോൺസ് വന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ലിങ്കിൽ കയറാൻ പറ്റും? ഹലോ, കുറെ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ എയെ കുറിച്ച് അറിയുന്ന ആളുകളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഒരു 11 റെസ്പോൺസ് ആണ് ഇതുവരെ എത്തിയത്. ChatGPT അതുപോലെ തന്നെ ടാലി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കൂടുതൽ ആളുകൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഹലോ, ഓക്കെ ഓക്കെ, ടൈം നമുക്ക് ഇത്ര മതി. ഏകദേശം ഒരു 11 റെസ്പോൺസ് ആണ് കിട്ടിയത്. ഇത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇവിടെ നമ്മൾ ഉള്ളത് ഇപ്പോ എയുടെ വലിയൊരു ലോകത്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പോലും AI കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന്ന് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം എന്നാണ് ഇന്നത്തെ ഈ സെഷനോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്, പലർക്കും അറിയുന്നതായിരിക്കും. എങ്കിൽ കൂടി ചില ഇൻസൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞു ChatGPT. ഹലോ, കേൾക്കാമല്ലോ? ഹലോ, ഓക്കെ ഓക്കെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളുള്ളത് എയുടെ വലിയൊരു ലോകത്താണ്. അപ്പോ എയുടെ ലോകം എന്ന് പറയുന്നത് ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ AI കടന്നു വരും. നമ്മൾ കേട്ടു തുടങ്ങിയത് കേരളത്തില് കൂടുതലായി പരിചിതമായത് നമ്മൾ റോട്ടിൽ AI വന്നപ്പോഴാണ് നമ്മൾ AI കുറിച്ച് ചിന്തിക്കാനും കേൾക്കാനൊക്കെ കേരളക്കാർ തുടങ്ങിയത്. പക്ഷെ AI പിന്നെ നമ്മൾ ഒരു കാൽക്കുലേറ്റർ കാണുന്നതിലും എയുടെ ചെറിയ സ്വാധീനമുണ്ട്. നമുക്കറിയാം 1+2 എന്നടിക്കുമ്പോൾ 3 എന്ന ആൻസർ കിട്ടുന്നത് അതിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു എയുടെ ചെറിയ രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ AI എന്നുള്ള ഈ സംഭവങ്ങൾ അതിൻ്റെ വലിയ ലോകത്ത് നിങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ചില സോഫ്റ്റ്വെയറുകൾ, നിങ്ങളുടെ സോഫ്റ്റ്വെയറുകളുടെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിന്റെയും ലോഗോസ് ആണ് ഞാൻ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഒരു 40 ലോഗോസ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതില് നിങ്ങളുടെ കയ്യിൽ വല്ല നോട്ടോ പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. 1 2 3 4 എന്ന നമ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് അറിയുന്ന ലോഗോസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഞാൻ ചോദിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പറയണം. ഓക്കെ, റെഡിയാണോ? ഹലോ, റെഡിയാണ്. നിങ്ങൾക്ക് ഇതിൽ ഈ 40 ഔട്ട് ഓഫ് 40 പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇതിൽ? ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. വെക്കാൻ പറ്റുമോ? നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ? 1 ടൈം സ്റ്റാർട്ട് നൗ. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഓക്കെ, ഇനി നിങ്ങൾ എഴുതി വെച്ചോ? ഹലോ സർ, നമ്പർ ആണോ എഴുതാൻ പറഞ്ഞേ? 1 എഴുതിയിട്ട് ഫസ്റ്റ് ലോഗോ ഏതാണോ അതിന്റെ പേര് എഴുതുക. 2 സർ, ലോഗോ കാണുന്നില്ല. ഹലോ, കാണുന്നില്ല? ലോഗോ ഒന്നും കാണില്ല. കാണുന്നില്ല? ഇല്ല സർ, ഇപ്പോഴും കാണുന്ന പേജ് എന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന AI ടൂളുകൾ അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ബെസ്റ്റ് ഫ്രണ്ട് അതൊക്കെയാണോ? ഫ്രണ്ട്, ഫാദർ? ഓക്കെ ഓക്കെ, ഒന്നുകൂടെ ഷെയർ ചെയ്യാം. വെയിറ്റ്. കാണുന്നില്ല അല്ലേ? ഇപ്പൊ കാണാവോ? ഓക്കെ. അപ്പൊ നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ചില സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ആപ്പുകൾ, അതിന്റെ ലോഗോസ് ആണ് ഞാൻ നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് പിന്നെ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി പറ്റുമോ? നോട്ട് ചെയ്യാൻ പറ്റുമോ?
ഒരു 40 ലോഗോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അധികം സമയം എടുക്കരുത്, പെട്ടെന്നൊന്ന് നോട്ട് ചെയ്യാം. എല്ലാത്തിന്റെ ഒന്നും പേരറിയില്ല. അറിയില്ല. നെയിം എഴുതാം. അറിയെങ്കിൽ എഴുതാൻ, നോ പ്രോബ്ലം. ഡെയിലി നമ്മൾ കാണുന്നതാണ്. നമ്മുടെ ഫോണിൽ ഉള്ള ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്, ചിലത് സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എഴുതാൻ കഴിയോ? ഓക്കെ, ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. ഞാൻ നിങ്ങളെ ഒന്ന് ഇതിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചെറിയൊരു ആക്ടിവിറ്റി മാത്രമാണ്. ഓക്കെ, ഹലോ. ഓക്കെ, എഴുതിയോ? ഓക്കെ, ഇനി നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഈ ഇത് വെച്ച് നിങ്ങൾക്ക് ഒന്ന് ടിക്ക് ചെയ്യാം. എത്രണ്ണം ഔട്ട് ഓഫ് 40 എത്ര ശരിയായി എന്നൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക നിങ്ങൾ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഗൂഗിൾ പേയുടെ ലോഗോ ആയിരുന്നു. അങ്ങനെ എല്ലാം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാണാമല്ലോ അല്ലേ? ഓരോന്നും നമ്പർ ഇട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പൊ ഔട്ട് ഓഫ് 40 നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ശരി, നിങ്ങൾ ആലോചിച്ചപ്പോ അല്ലെങ്കിൽ എഴുതിയപ്പോ എത്ര നിങ്ങളുടെ ശരിയായി എന്നുള്ളതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്തോ? 2 എണ്ണം മാത്രം. ഓക്കെ. ഇനി നമുക്കറിയാം, നമ്മുടെ ഈ മാറിയ ലോകത്ത് നമ്മുടെ കുട്ടികൾ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോളൂ, പിന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികളെ എടുത്ത് കൊണ്ടുപോയിട്ട് ഇത് കാണിച്ചു കഴിഞ്ഞാൽ വളരെ നിമിഷ നേരം കൊണ്ട് ഇവർക്ക് എഴുതാൻ വേണ്ടി കഴിയും. പക്ഷെ നമ്മൾ ഏത് ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് നിങ്ങൾ വാച്ച് ചെയ്യൂ. വാച്ച് ചെയ്തല്ലോ? ഈ സ്കോർ ഒന്ന് നോക്കി നോക്കൂ. കാണുന്നുണ്ടല്ലോ? നിങ്ങളുടെ സ്കോർ എത്രയാണ് വരുന്നതെന്ന് നോക്കി നോക്കൂ. ഏത് ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരാള് 2 എന്ന് പറഞ്ഞു, വെരി പുവർ കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ ഇതിൽ ഔട്ട് ഓഫ് 90 കിട്ടിയിട്ടുള്ള, അല്ലെ 40 9 വരെ കിട്ടിയിട്ടുള്ള ആരും ഉണ്ടോ ഇതില്? അല്ലെങ്കിൽ 12 to 40 കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല? അല്ല, ഞാൻ 0 to 4 0 to 4 ആണ്. 7 to 8 ആരെങ്കിലും 70 എത്ര പേരുണ്ട്? ഒരു ആവറേജ് 7. വെരി ഗുഡ്. അങ്ങനെ അപ്പോ നല്ലൊരു ടീമാണ് നമുക്ക് പറയാം. നമ്മുടെ പിന്നെ ഇന്നത്തെ ഈ കാലത്ത് നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ചിലർക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഹലോ, അവിടെ സംസാരിക്കുന്നവരെ മൈക്ക് മ്യൂട്ട് ചെയ്യട്ടോ. മൈക്ക് മ്യൂട്ട് ചെയ്താൽ നന്നായിരുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാണ്. എന്താ സംഭവം എനിക്കറിയില്ല. എന്തായിരുന്നു? ഹലോ, എന്താണെന്ന് മനസ്സിലായിട്ടില്ല സാറേ. എങ്ങനെ? ഹലോ, ഞാനിപ്പോ ഇത് ജോയിൻ ചെയ്ത്. ഹലോ, കേൾക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും റേഞ്ച് പ്രോബ്ലം ഉണ്ട്? ബാക്കി എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? ഹലോ, ഞാൻ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പൊ എയുടെ ഈ കാലത്ത് നമുക്ക് ആദ്യമായിട്ട് ലോകത്ത് ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓപ്പൺ എ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടിട്ടുണ്ടോ? ഓപ്പൺ എ. ഓപ്പൺ എ, അതായത് ഓപ്പൺ എ എന്ന് പറയുന്നത് 2015 ഫൗണ്ട് ചെയ്ത എലോൺ മാസ്കും അതുപോലെ തന്നെ സാം ആൾട്ട്മാനും ഒക്കെ കൂടിയിട്ട് ആരംഭിച്ച ഒരു കമ്പനിയാണ് ഓപ്പൺ എ എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ എ, അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് നിർമ്മിത ബുദ്ധി എങ്ങനെ മനുഷ്യന് ബെനിഫിറ്റ് ഉള്ളതാക്കി മാറ്റാമെന്ന് ആലോചിക്കാനോ വേണ്ടിയിട്ട് അവർ തുടങ്ങിയ കമ്പനിയുടെ പേരാണ് ഓപ്പൺ എ. അങ്ങനെ അവർ ആദ്യമായിട്ട് സ്ഥാപിച്ച
ഒരു ഈ കമ്പനിയുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ കേട്ടിട്ടുള്ള ചാറ്റ് GPT എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടില്ലേ? കേൾക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കേട്ടിട്ടില്ലേ? ചാറ്റ് GPT കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ ഈ ചാറ്റ് GPT അവർ ആരംഭിക്കുകയും അതൊരു ലാർജ് ലാംഗ്വേജ് മോഡലായിട്ട്, അതായത് ടെക്സ്റ്റ് ടു ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ടെക്സ്റ്റ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചാറ്റ് ബോട്ടാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ കുറച്ച് ആളുകൾ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവര് നമുക്ക് ടെക്സ്റ്റ് കൊടുത്തുകൊണ്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഡാലി 2 എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചാറ്റ് ബോട്ട്. അതായത് നമ്മൾ ടെക്സ്റ്റ് അങ്ങോട്ട് നമുക്ക് ആവശ്യമുള്ള ഏത് ചിത്രമാണോ വേണ്ടത് അതിന് വേണ്ട കമന്റ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ചിത്രം നൽകുന്ന ഒരു ചാറ്റ് ബോട്ട് നിർമ്മിച്ചു. അതിന്റെ ആദ്യത്തെ ആ ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഡാലി 2. അപ്പോൾ ആദ്യം നമ്മൾ ടെക്സ്റ്റ് ടു ടെക്സ്റ്റിന് വേണ്ടിയിട്ട് ചാറ്റ് GPTയും അതുപോലെ തന്നെ ടെക്സ്റ്റ് ടു ഇമേജിന് വേണ്ടി ഡാലി 2 ആണ് വന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ഈ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്ന് ആരും കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ അടുത്ത സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. നമ്മൾ ചാറ്റ് GPT എന്ന് കേട്ടിട്ടില്ല എല്ലാവരും? അപ്പോ GPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ്. GPT എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. അതിൽ തന്നെ അതിന്റെ ഇതുണ്ട്. അതായത് നമുക്ക് വേണ്ട ടെക്സ്റ്റ് നമുക്ക് കൊടുക്കുമ്പോൾ അതിന് വേണ്ട ആൻസറുകൾ ജനറേറ്റ് ചെയ്ത് തരാവുന്ന ഒരു ചാറ്റ് ബോട്ട്. ഉദാഹരണമായിട്ട് നമ്മൾ പറയാണ് നമുക്ക് ലോകത്തിലുള്ള മുഴുവൻ വിവരങ്ങളെയും ഒരു മെഷീന് പഠിപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ റിട്ടേൺ നമുക്ക് ഒരു ആൻസർ തരികയാണ്. ഇതേ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളോട് ചാറ്റ് ചെയ്യാണ്, അതായത് വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്ന പോലെ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഹായ് എന്ന് അങ്ങോട്ട് അടിക്കുമ്പോൾ അവിടെ തിരിച്ച് റിപ്ലൈ തരാൻ അവിടെ ഒരാളുണ്ട് അല്ലേ? ഇതേപോലെ ഒരു ചാറ്റ് ബോട്ട് അതിന് കൊടുത്തിട്ടുള്ള ഡാറ്റകളെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? റിപ്ലൈ തരുന്നു. ഇതാണ് ചാറ്റ് GPT എന്നുള്ളത് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതെന്തിനാണ് നമുക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട്. ഇതിന്റെ തിയറി ഒന്നും പറയുന്നില്ല, നേരെ എങ്ങനെ ചാറ്റ് GPT ഉപയോഗിക്കാം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത്. എത്ര പേര് ചാറ്റ് GPT ഉപയോഗിക്കുന്നുണ്ട് വരും? ഒന്ന് കമന്റ് ചെയ്യാവോ? എത്ര പേര് ഉപയോഗിക്കുന്നവരുണ്ട്? ഒന്ന് കമന്റ് ചെയ്യാവോ? ചാറ്റ് GPT ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട്? പറയാവോ? ഓക്കെ, 2 പേര് പിന്നെ പറയുന്നുണ്ട്. യെസ് 3. ഓക്കെ പറയുന്നു. ഓക്കെ നമുക്ക് പിന്നെ ഉപയോഗിക്കുന്നവർക്കും ഉപയോഗിക്കാത്തവർക്കും വേണ്ടിയിട്ട് ചില ടിപ്സുകളാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, കേൾക്കുന്നില്ല. പറഞ്ഞിട്ടില്ല, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, സ്ക്രീൻ നമ്മൾ ഫോണിലും നമുക്കിത് ഉപയോഗപ്പെടുത്താം, നമ്മുടെ സിസ്റ്റത്തിലും ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് ജസ്റ്റ് ആദ്യം ഒന്ന് കാണിക്കാം, എന്നിട്ട് നിങ്ങൾ അതുപോലെ ഉപയോഗിച്ച് നോക്കുക. നമ്മൾ ചാറ്റ് GPT എന്ന് ടൈപ്പ് ചെയ്യുക. ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ചാറ്റ് GPT എന്ന് ടൈപ്പ് ചെയ്യുക. ചാറ്റ് GPT എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കാണാം openai.com എന്ന് പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസിങ് ചാറ്റ് GPT OpenAI എന്ന് പറഞ്ഞ ആദ്യത്തിൽ കാണുന്ന ഈ സൈറ്റിലേക്ക് ജസ്റ്റ് ജോയിൻ ചെയ്ത് നിങ്ങൾ ഫോണിലേക്കും എവിടെയാണെങ്കിലും ഇതേ രീതിയിലാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പൊ ട്രൈ ചാറ്റ് GPT എന്ന് കാണാം, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ ഓപ്പൺ ആയി വരുമ്പോൾ നമ്മുടെ ഫോണിലും ഓപ്പൺ ആയി ഇതേ രീതിയിലേക്ക് നമുക്ക് കാണാം. ഇവിടെ കാണുന്ന മെസ്സേജ് ചാറ്റ് GPT എന്ന് കാണുന്ന ഇവിടെയാണ് നമ്മുടെ ആവശ്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത്. ഇവിടെ കാണാം മോൾ ഭാഗത്ത് ലോഗിൻ എന്നും സൈനപ്പ് എന്നും കാണാം. ഇതുവരെ ഉപയോഗിക്കാത്തവര് തീർച്ചയായിട്ടും ഇതിലൊരു സൈനപ്പ് പ്രോസസ് ചെയ്യാനുണ്ട്. ഇല്ല എങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഇതിലേക്ക് എന്തെങ്കിലും ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ റെക്കോർഡായി കിടക്കും. നമുക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പ് ചെയ്ത അതിന്റെ റിപ്പോർട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ സൈനപ്പ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്നതാണ് ആദ്യം കാണിക്കുന്നത്.
സൈൻ അപ്പ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയി വരും. ക്ലിയർ ആണല്ലോ ഞാൻ പറയുന്നത്? സ്പീഡ് കൂടുന്നില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടെ ഇമെയിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. അതിൽ ഏറ്റവും ബെറ്റർ താഴെ കാണുന്ന ക്രിയേറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഈ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെയിൽ ഐ ഡി ഇവിടെ തെളിഞ്ഞു വരും. ദെൻ വീണ്ടും കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇത്രയാണ് സൈൻ അപ്പ് എന്നുള്ള പ്രോസസ്. ഒരു പ്രാവശ്യം നമ്മൾ ഫോണിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ChatGPT ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ടിട്ട് അതിലേക്കാണ് പോവുക. അപ്പോൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിന് അഗ്രി ചെയ്ത് കൊടുക്കുക. ഒരു പ്രാവശ്യമാണ് ഈ പ്രോസസ്സ് നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് വരും. ഓക്കെ, ലെറ്റ്സ് ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ദെൻ കണ്ടിന്യൂ. ഓക്കെ, ഇവിടെ പിന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ വരുന്ന മറ്റൊരു കമന്റ് ആണ് ഇൻട്രൊഡ്യൂസിങ് GPT-4.0. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് സാധാരണ ഫ്രീ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന GPT-യുടെ ഏതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വേർഷൻ ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഫ്രീ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പലരും ഉണ്ടെന്ന് പറഞ്ഞു. ChatGPT ഏതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രീ ആയിട്ട്? പെയ്ഡ് അല്ലാത്തത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നത് 3.5. ഓക്കെ, വെരി ഗുഡ്. 3.5 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 4 അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇവിടെ കാണിക്കുന്നവർ 4.0 എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ, കൂടുതലായിട്ടില്ല, അവർ ലിമിറ്റഡ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് 4ന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് ട്രൈ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഇല്ല എങ്കിൽ ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാണുന്ന ഇതിലേക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇതുവരെ പറഞ്ഞത്? നമ്മൾ എങ്ങനെയാണ് ChatGPT ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് സൈൻ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇത്ര നേരം പറഞ്ഞത്. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, ഇതില് ഓക്കെ റെഡി. നമുക്ക് ഇനി എങ്ങനെയാണ് ഇവിടെ ഈ മെസ്സേജ് ChatGPT എന്ന് കാണുന്നതിലാണ് നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുന്ന ഭാഗം. ഇനി ഇതിൽ എത്ര പേര് കഥ അല്ലെങ്കിൽ കവിത എഴുതുന്ന എത്ര പേരുണ്ട്? ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. കഥ എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? കവിത എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇന്ന് മുതൽ എല്ലാവർക്കും, ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല, ഞാൻ പറയാം, എല്ലാവർക്കും കഥയും കവിതയും വളരെ മനോഹരമായിട്ട് എഴുതാൻ വേണ്ടി കഴിയും. അപ്പൊ ഞാനിവിടെ ഒരു കവിത രചിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നോക്കൂ, ഇവിടെ കൊടുക്കുന്ന ഞാൻ മെസ്സേജ് ഇതാണ്: ക്രിയേറ്റ് എ പോയം about butterfly by 12 lines. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ, അവിടെ പറ്റുന്ന സൗകര്യമുള്ളത്. അപ്പൊ ജസ്റ്റ് കൊടുത്തു, വലതുഭാഗത്ത് കാണുന്ന ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ എനിക്ക് 12 ലൈനുള്ള കവിത നിമിഷ നേരം കൊണ്ട് എനിക്ക് കിട്ടി. കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഓക്കെ, ഈ കവിത ഇതേപോലെ ഇതേ സെയിം ഇത്. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്ത ക്രിയേറ്റ് എ പോയം അബൌട്ട് ബട്ടർഫ്ലൈ 2 ലൈൻസ് എന്നുള്ളത് നിങ്ങളുടെ ഫോണിലും ഇപ്പോ ഈ ChatGPT അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് പോയം കിട്ടും. അങ്ങനെ പോയം കിട്ടുമ്പോ ഈ പോയത്തിന്റെ ഉടമ ആർക്കെങ്കിലും പറയാവോ? ആരാണ് ഈ പോയം രചിച്ചത്, അല്ലെങ്കിൽ ഇതിന്റെ രചയിതാവ് ആരാണ്? ChatGPT. നോ. ദെൻ വേറെന്തെങ്കിലും ആൻസർ ഉണ്ടോ? നോ. റോബോട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് നിങ്ങൾ രചിക്കുന്ന ഓരോന്നും അതിന്റെ ഉടമ ഓരോരുത്തരാണ്. അതായത് നിങ്ങൾ ഇതേ കാണുന്ന ഈ ക്രിയേറ്റ് എ പോയം അബൌട്ട് ബട്ടർഫ്ലൈ 2 ലൈൻസ് എന്ന് നിങ്ങൾ ഇതേ പിന്നെ ഇതിന് പറയുന്ന പേര് എന്താ നിങ്ങൾക്ക് അറിയോ? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് പറയുന്ന പേരാന്ന് അറിയോ? കോമൺ ആയിട്ട് AI ടൂളുകളിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ പറയുന്ന പ്രോംപ്റ്റ്. ഈ സെയിം പ്രോംപ്റ്റ് നിങ്ങളും ഫോണിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ
ഈ പ്രോംപ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് വ്യത്യസ്തമായ ഓരോരുത്തർക്കും കിട്ടുന്നത് ഇപ്പൊ 1000 പേര് ഈ സെയിം പിന്നെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് 1000 കവിതകളാണ്. അതായത് ഇപ്പൊ എനിക്ക് കിട്ടിയത് എന്റെ ഈ പിന്നെ മെയിൽ ഐ ഡിയിൽ ഞാൻ യൂസ് ചെയ്യുന്ന അതനുസരിച്ച് എനിക്കൊരു അൽഗോരിതം ChatGPT ക്രിയേറ്റ് ചെയ്യുകയും അതനുസരിച്ചാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അൽഗോരിതം സെറ്റ് ചെയ്തുകൊണ്ട് അതനുസരിച്ചാണ് നിങ്ങൾക്ക് കവിത അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ പ്രോംപ്റ്റിന് മറുപടി ലഭിക്കുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? പക്ഷെ നമ്മളെ കഴിവില്ലാതാക്കി കളയുന്ന ഒരു അവസ്ഥയല്ലേ അത് ഉണ്ടാക്കാതെ. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണില്ലല്ലോ. അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ പിന്നെ ഞാൻ ഇതിൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ പറഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് പോവാം. ഓക്കെ 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 മാം, സാർ പറഞ്ഞത് കറക്റ്റാണ്. നമുക്ക് അതിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു കഥ നമ്മൾ അങ്ങോട്ട് കൊടുത്തു, കവിതക്ക് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് നമ്മൾ അങ്ങോട്ട് കൊടുത്തു. പ്രോംപ്റ്റ് അനുസരിച്ച് നമുക്ക് കവിത കിട്ടി. ഇതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന വ്യത്യസ്ത കവിതകൾ അതിന്റെ ഉടമസ്ഥൻ, അതിന് വേറെ ആരും അതിന് അവകാശമില്ല, നിങ്ങളാണ് അതിന്റെ അവകാശി. ഇതേപോലെ ഇനി ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന ഒന്ന് നോക്കൂ. ഇതിന്റെ ബെനിഫിറ്റുകൾ ഞാൻ പറയാണ്. ഇപ്പോൾ സാറ് ചോദിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലെ അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. വേറൊരു അവകാശം ഇല്ലാത്തത് കൊണ്ട് ഇത് വേറെ രീതിയിൽ ബുക്കാക്കി കൊടുത്തൂടെ? എങ്ങനെ നമുക്ക് എവിടെ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഇതിനാരും പിന്നെ ഞാൻ എന്റെ കവിത എന്ന് പറഞ്ഞാൽ ആരും വരില്ല. ഇത് എനിക്കായിട്ട് പിന്നെ AI നിർമ്മിച്ചു തന്ന കവിതയാണ്. ഓക്കെ, അതുകൊണ്ട് ഒരു ബുക്കാക്കി നമുക്ക് പബ്ലിഷ് ചെയ്തൂടെ? ചെയ്യാം. അങ്ങനെ ഇപ്പൊ നമുക്ക് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിക്കുന്ന ആളുകളൊക്കെ അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. പഠിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് ഒരു പിന്നെ അസൈൻമെന്റ് തയ്യാറാക്കി കൊടുത്തു. പക്ഷേ ആ അസൈൻമെന്റ് AI വെച്ച് ചെയ്തതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വേറെ AI ടൂൾ ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ AI-യിലാണോ ക്രിയേറ്റ് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടുള്ള മറ്റ് ടൂളുകൾ ഉണ്ട്. അതിലേക്ക് നിങ്ങളുടെ കണ്ടന്റിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഭാഗങ്ങളൊക്കെ AI നിർമ്മിച്ചതാണെന്ന്. അതിൽ കുറച്ച് വേർഡ്സുകളൊക്കെ മാറ്റി കഴിഞ്ഞാലാ അവിടെയൊക്കെ നമ്മൾ പോകുന്നത്. ഇതിനെ നമ്മൾ ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കില്ല. നമുക്ക് ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താന്നതിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. നല്ല ക്വസ്റ്റ്യനാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാനിപ്പോ ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് എന്തൊക്കെ ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളത് പറഞ്ഞിട്ട് അതിലേക്ക് ഞാൻ വരാം. സാർ പറഞ്ഞതിലേക്ക് വരാം. ഓക്കെ, പിന്നെ ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നിങ്ങളൊന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിന്റെ ദൂഷ്യവശങ്ങളിലേക്ക് മറ്റൊക്കെ നമുക്ക് പോവാം. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു കഥ വേണം. അപ്പൊ ഞാനൊരു കഥ നിർമ്മിക്കുകയാണ് ഇവിടെ. എ സ്റ്റോറി ഞാനിപ്പോ ലയണും റാബിറ്റും ഉള്ള ഒരു സ്റ്റോറി എനിക്ക് വേണം. ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ പ്രോംപ്റ്റ് കൊടുക്കുന്നു, സെൻഡ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് ലയണും റാബിറ്റും ഉള്ള ഒരു സ്റ്റോറി വളരെ മനോഹരമായിട്ട് വളരെ പെട്ടെന്ന് കിട്ടുന്നു. ഓക്കെ, സ്റ്റോറി റെഡിയാണ്. ഈ സ്റ്റോറി വായിച്ചപ്പോ നമുക്കറിയാം, സ്റ്റോറി എഴുതുമ്പോ നമുക്കറിയാം നമ്മൾ ചെയ്യുന്നത് സ്റ്റോറിയിൽ ഒരു കഥാപാത്രത്തെ നമ്മൾ വെക്കും. പിന്നെ ആ കഥാപാത്രത്തിന്റെ പേര് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ ശൈലി മറ്റൊന്നും കുറെ കാര്യങ്ങൾ നമുക്ക് വളരെ കുറെ സമയങ്ങൾ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങളോളം ഇരുന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് നമുക്കൊരു ഒരു കഥ കിട്ടുന്നത്. അല്ലെങ്കിൽ കഥയാണെങ്കിലും. അപ്പൊ ഈ കഥ ഞാൻ വായിച്ചപ്പോൾ ഇതൊരു സന്തോഷകരമായിട്ടാണ് ഇത് അവസാനിക്കുന്നത്. അപ്പൊ ഈ കഥയെ എനിക്ക് ഒരു ദുഃഖകരമായിട്ട് ഇതിനെ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് മാത്രം നൽകിയാൽ മതി. അതായത് എനിക്ക് വേണ്ടത് ഇത് ഒരു സാഡ് എൻഡിങ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ വെറുതെ സാഡ് എൻഡിങ് എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ആ കവിതയെ മുകളിൽ നമുക്ക് കിട്ടിയ കവിതയെ സാഡ് എൻഡിലേക്ക് മാറ്റിയിട്ട് തരും. അല്ല, എനിക്കത് വായിച്ചു നോക്കിയപ്പോൾ അത് ഭയങ്കര പിന്നെ സാഡ് ആയിട്ടാണ് ആ കവിത ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യണം, അത് വളരെ പിന്നെ സന്തോഷകരമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് പ്രോംപ്റ്റ് കൊടുത്താൽ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിൽ കൊടുത്ത ചാറ്റിനെ താഴ്ഭാഗത്ത് ഇപ്പൊ ഞാൻ കൊടുത്ത പോലുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി. എന്ത് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സന്തോഷകരമായിട്ട് മാറ്റാൻ പറ്റും? ആർക്കെങ്കിലും പറയാവോ? യെസ്, പറഞ്ഞോളൂ. വെരി ഗുഡ്, ഹാപ്പി എൻഡിങ് എന്ന് കൊടുത്താൽ മതി. ഇനി ഈ കഥ വായിച്ചപ്പോ ഇതില് ലയൺ ഉണ്ട്, റാബിറ്റ് ഉണ്ട്. പക്ഷെ ഈ കഥയിൽ ഞാൻ ഉദ്ദേശിക്കുകയാണ് ലയൺ ചാവണം. ലയൺ ഈ കഥയിൽ ചത്ത ഒരു കഥയാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ പിന്നെ റാബിറ്റ് ചത്തൊരു കഥയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ
റാബിറ്റ് മേ ഡൈ എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കഥയെ നോക്കൂ, ആ കഥയെ ഒരു നിമിഷ നേരം കൊണ്ട് ആ റാബിറ്റിനെ കൊന്നിട്ടുള്ള കഥയാക്കി എനിക്ക് തരും. ഇതേപോലെ നമ്മുടെ കണ്ടന്റുകളെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്ന കഥകൾ ഉണ്ടാവും, കവിതകൾ ഉണ്ടാവും. ഇതിനൊക്കെ റീറൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാനൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് ഈ AI സങ്കേതത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ക്ലിയർ ആയി ഞാൻ പറഞ്ഞത്? ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു പാരഗ്രാഫ് ഉണ്ട്. ആ ഒരു പാരഗ്രാഫിനെ ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് കാണിക്കാം, ഇവിടെ തന്നെ എടുത്ത് കാണിക്കാം. ഇപ്പൊ ഈ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ ഒരു കവിത വളരെ വലുത്, ഇപ്പോഴും തീർന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം? ഈ ഒരു പിന്നെ കഥ, ഈ കഥയെ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ കൊടുക്കുന്നത്, താഴെ കൊടുക്കുന്ന കമന്റ് ചേഞ്ച് ഇൻടു into 550 words without change meaning. ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഈ കഥയെ 50 വേർഡ്സുകളാക്കിയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് മാറ്റി തരും. കണ്ടോ? ഇതുപോലെ ഈ 50 വേർഡ്സുള്ളതിനെ നമുക്ക് 1000 വേർഡ്സുള്ളതാക്കി വലുതാക്കണം, ചെറുതാക്കണം. ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട. അതുപോലെ നമ്മുടെ കയ്യിൽ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ ഒരു റിവ്യൂ നമുക്ക് വേണം. ആ രീതിയിൽ നമ്മുടെ പ്രോംപ്റ്റുകളെ മാറ്റി കൊടുത്താൽ നമുക്ക് ആ രീതി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ സാധിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ഇതേപോലെ ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ എങ്ങനെ ഉപയോഗിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാട്ടോ. ഞാൻ പറയുന്നത് ഇതിലുള്ള എന്തൊക്കെ എങ്ങനെയൊക്കെ ഇതിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും, ഇതിൽ കൂടുതൽ ആളും പഠിക്കുന്ന ആളുകളാണ്. പഠിക്കുന്ന കാര്യത്തിന് എന്തൊക്കെ ആയിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ വേണ്ടിയുള്ളത്. ഇതിൽ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ടീച്ചേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എത്ര പേരുണ്ട്? ഒരാളുള്ളത്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ പിന്നെ എന്ത് ചെയ്യല്ലേ, ഇല്ലാതെ ആക്കുകയല്ലേ നമ്മൾ ഒരാൾ ചോദിച്ചു. അവർക്കോട് എനിക്ക് പറയാനുള്ളത്, ക്രിയേറ്റിവിറ്റി, ഞാൻ ഒരു ഉദാഹരണം കാണിച്ചിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാൻ പറയാം. എനിക്ക് ഒരു പാഠഭാഗത്തിന്റെ ഒരു ലെസൺ പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് എനിക്ക് വേണം അല്ലെങ്കിൽ ഒരു എസ്സേ വേണമെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് എങ്ങനെ ആ എസ്സേ എടുക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ആദ്യം ഒരു എസ്സേ വേണം. ഇപ്പോൾ ഗ്ലോബലി നമ്മൾ ചിന്തിക്കുന്ന ആളുകളാണ്. നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഒന്നാമതായിട്ട് ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഒരു എസ്സേ വേണം. അപ്പോൾ ആദ്യമായിട്ട് 1, 2, 3 രീതിയിൽ നമുക്കിതിനെ സിമ്പിളായിട്ട് എടുക്കാം. പക്ഷെ എങ്ങനെ മനോഹരമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല എസ്സേ ഇതിന്ന് എടുക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, അതായത് പ്രോംപ്റ്റ് എന്നുള്ളത് ഇപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള വലിയ ഒരു ലോകത്താണ് ഇപ്പൊ നമ്മളുള്ളത്. അതായത് എങ്ങനെയാണ് ടൂളുകളിൽ നിന്ന് നല്ല രീതിയിൽ പ്രോംപ്റ്റ് കൊടുത്ത് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതിനെ എടുക്കുക എന്നുള്ളതിനെ ഒരു ഡിവിഷൻ തന്നെ വന്നിട്ടുള്ള കാലത്താണ് നമ്മളുള്ളത്. കേട്ടിട്ടുണ്ടാവും അല്ലെ? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കേട്ടിട്ടില്ലേ? എഞ്ചിനീയർ ഡിവിഷനിൽ വന്നിട്ടുള്ള പുതിയ ഒരു ഡിവിഷനാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. കേട്ടിട്ടുണ്ടല്ലോ അല്ലെ എല്ലാവരും? ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട് ഒരു എസ്സേ വേണം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത്, റൈറ്റ് ആൻ എസ്സേ ഔട്ട്ലൈൻ ഫോർ എന്തിന്? ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ വൈൽഡ് ലൈഫ് ആൻഡ് എക്കോസിസ്റ്റം വിത്ത് ഹെഡ്ലൈൻസ് എന്നാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നോക്കൂ, അപ്പൊ നമുക്ക് തരുന്നത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ദെൻ അതിന്റെ ഒരു ഓവർവ്യൂ, ക്ലൈമറ്റ് ചേഞ്ച്, ഇങ്ങനെ ഓരോരോ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ദെൻ ഇനി നമ്മൾ കൊടുക്കേണ്ട
പ്രോംപ്റ്റ്. ഇതിനെ ഇനി ക്രിയേറ്റ് ആൻ എസ്സേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം. ഇനി ഇപ്പൊ നമുക്ക് കിട്ടിയ എന്താണ് അതിന്റെ ഔട്ട്ലൈൻ ആണ്. ഇനി എന്താണ് ക്രിയേറ്റ് ആൻ എസ്സേ ബൈ എക്സ്പാൻഡിങ് ഈച്ച് പോയിന്റ് ഇൻ എ പാരഗ്രാഫ്. ഇപ്പൊ നമുക്ക് കിട്ടിയതിന്റെ ഓരോന്നിനെയും എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ആ പോയിന്റുകൾ ഓരോ പോയിന്റുകൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഓരോ പാരഗ്രാഫ് ആക്കി മാറ്റിയിട്ട് നമുക്ക് മനോഹരമായ എസ്സേ ആക്കിയിട്ട് ഇപ്പൊ നമുക്ക് തരും. നോക്കൂ, ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. നമുക്ക് വെറുതെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇമ്പാക്ട് ഇൻ വൈൽഡ് ലൈഫ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താലും നമുക്ക് കിട്ടും. പക്ഷേ വളരെ മനോഹരമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കണ്ടന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഇത് ക്ലിയർ ആണോ? ഇത് വളരെ ആവശ്യമുള്ള, നിങ്ങളുടെ പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ പലപ്പോഴും നിങ്ങൾ ഇതിനെ ഇതേപോലെ എടുത്ത് ഉപയോഗിക്കില്ല, നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട്. നമുക്കറിയാം റെഫറൻസ് എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാലത്താണ് നമുക്കറിയാം. നമുക്ക് അസൈൻമെന്റ് എഴുതുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന റെഫറിങ് ആണല്ലേ. ഈ റെഫർ ചെയ്യുന്നതിന് വളരെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്ന ഒരു ടൂളാണ് നമുക്ക് ChatGPT പോലെ ഇതേപോലെയുള്ള ഒരുപാട് ടൂളുകൾ നമുക്കുണ്ട്. ഇപ്പോഴും നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കണ്ടോ. അപ്പോൾ മനോഹരമായ ഒരു എക്കോസിസ്റ്റത്തെ കുറിച്ചുള്ള മനോഹരമായ എസ്സേ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് എസ്സേ എടുക്കുക എന്നുള്ളത് ക്ലിയർ ആണോ? അതായത് ആദ്യം നമ്മൾ അതിന്റെ ഒരു ഔട്ട്ലൈൻ ചോദിക്കുന്നു, പിന്നെ ഔട്ട്ലൈൻ ചോദിച്ചിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ വിവരങ്ങൾ എടുക്കുന്നു. ഈ രീതിയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, നമ്മളത് ജനറേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഞാൻ കൺക്ലൂഷൻ സമ്മറി ഓഫ് കീ പോയിന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് then call to action, impact of immediate action. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള കണ്ടന്റുകളെ വളരെ മനോഹരമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുപോലെ നമുക്ക് പഠിക്കാനുള്ള ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന, അതായത് നമുക്കൊരു പേഴ്സണൽ ട്യൂട്ടറാക്കി ഇതിനെ മാറ്റാൻ വേണ്ടി പറ്റും. നമുക്ക് അറിയാത്ത മാത്സ് പ്രോബ്ലംസിനെ അത് കൊടുത്തിട്ട് അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ അതിന്റെ സ്റ്റെപ്പുകൾ നമുക്ക് മനസ്സിലാക്കാം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിക്കൊണ്ട് എടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ. അതുപോലെ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേജ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്താൽ നന്നായിരുന്നു. ഗൂഗിൾ വഴി കയറുന്ന ആ സ്റ്റേജ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്താൽ ഉപകാരം. റിപ്പീറ്റ് ചെയ്യാം സാറേ. അതായത് നമ്മൾ എങ്ങനെ ആദ്യം ലോഗിൻ മാത്രമല്ലേ സാറേ പറയണ്ടുള്ളൂ? സാർ ലോഗിൻ അല്ലേ പറയണേ? അതെ അതെ, ലോഗിൻ വളരെ സിമ്പിൾ ആണ് സാറേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു പിന്നെ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതായത് ഏത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ചാറ്റ് ബോട്ട് പിന്നെ ഏത് ബ്രൗസർ ആണോ ആ ബ്രൗസറിൽ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാം. കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്? കാണാമല്ലോ സാറേ? ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് ChatGPT എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ഓപ്പൺ AI എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ വരും. ക്ലിയർ അല്ലേ സാർ? ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ. ദെൻ അവിടെ ട്രൈ ChatGPT എന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഇപ്പൊ നേരത്തെ സൈനപ്പ് ചെയ്തതുകൊണ്ട് ഇങ്ങനെ ഒരു വിൻഡോ വരിക. അപ്പോൾ ഈ വലതു ഭാഗത്ത് ഇപ്പൊ F എന്നുള്ളത് കാണുന്ന ഭാഗത്തുണ്ടാവും സൈനപ്പ് എന്നുള്ളത്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് ഓപ്പൺ ഇത് ചെയ്തിട്ട് ഞാൻ ഒറ്റ സെക്കൻഡ് ഞാനൊരു പ്രസന്റേഷൻ കാണിക്കാം. ഒറ്റ മിനിറ്റ്, അതായിരിക്കും നന്നാവുക. ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ അതിന്റെ ഓക്കെ സാർ ഇവിടെ കാണാലോ നിങ്ങൾക്ക്? കാണാലോ? ഓക്കെ, കാണുന്നുണ്ട്. ഇവിടെ ആദ്യം ChatGPT എന്ന് ടൈപ്പ് ചെയ്യുന്നു.
അപ്പൊ ആദ്യത്തിൽ കാണുന്ന ചാറ്റ് ഓപ്പൺ ആയി എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഫോണിലാണെങ്കിൽ ഇങ്ങനെ വരിക, ചിലപ്പോൾ ഇതേ രീതിയിൽ കാണിക്കും. അപ്പോൾ ഈ രീതിയിൽ കാണിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ മുകൾ ഭാഗത്താണ് ഇത് കാണുക. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. സൈൻ അപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇങ്ങനെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളതിലേക്ക് നമ്മൾ പോകും. അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇമെയിൽ അടിച്ചുകൊണ്ട് പോവാം, അല്ലെങ്കിൽ ക്രിയേറ്റ് വിത്ത് ഗൂഗിൾ എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തതിനു ശേഷം എൻ്റർ അടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മെയിലുകളും അതിൽ ആ ഫോണിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി കാണും. ഏത് മെയിൽ ഐ ഡിയിലാണ് നമുക്ക് സൈൻ അപ്പ് ചെയ്യേണ്ടത്, ആ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക. ദെൻ അപ്പോൾ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യാൻ പറയും, നിങ്ങളുടെ ബർത്ത്ഡേ ടൈപ്പ് ചെയ്യാൻ പറയും. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് വെരിഫിക്കേഷൻ കോഡ് ഫോണിൽ ഉപയോഗിക്കുമ്പോൾ വെരിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്കൊരു കോഡ് ടൈപ്പ് ചെയ്യാൻ പറയും. അതായത് ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോഡ് അവർ സെൻഡ് ചെയ്ത് തരും. ആ കോഡും കൂടെ ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഇങ്ങനെ ഒരു വിൻഡോ വരിക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സൈൻ അപ്പ് പ്രോസസ്സ്. ഇതെങ്ങനെ പെയ്ഡ് സർവീസ് ആണോ അതോ ഫ്രീ ആണോ? ChatGPT 3.5 നമുക്ക് ഫ്രീ ആണ്. ChatGPT 4 എടുക്കണമെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, അത് പെയ്ഡ് എടുക്കേണ്ടുള്ളൂ. ഇപ്പൊ 4.0 എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. 3.5 നമുക്ക് അതില് ഓപ്പൺ ചെയ്താൽ തന്നെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. നേരെ പോവാ 3.5ലേക്കാണ്. അത് ഫ്രീ ആണ്. സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമൊന്നും ആവശ്യമില്ല. നമ്മൾ 4ലേക്ക് പോകുമ്പോൾ ജസ്റ്റ് 4ലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് പേ ചെയ്യാൻ പറയും. ഏത് പിന്നെ 1 മന്ത് വേണോ അതോ ഇനി 1 ഇയർ വേണോ എന്ന് ചോദിച്ചിട്ട് നമുക്കതിൽ പൈസ അടച്ചുകൊണ്ട് നമുക്ക് 4 ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ അതിലെടുക്കുമ്പോൾ കൂടുതൽ നമുക്കുള്ള ബെനിഫിറ്റുകൾ ഉണ്ട്. ഓക്കെ, അതില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്ക് പറഞ്ഞു പോവാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് വേഗം അടുത്തേക്ക് പോവാം. ക്ലിയർ ആണോ? കിട്ടുന്നില്ലല്ലോ സർ, ലോഗിൻ എങ്ങനെ ലോഗിൻ അല്ല സൈൻ അപ്പ് ചെയ്യാൻ സർ പറഞ്ഞു. സൈൻ അപ്പ് വരുന്നില്ല, ക്ലിയർ പ്ലെയിൻ പേജ് ആണ് വരുന്നത്. അവര് പറഞ്ഞത് സൈൻ അപ്പ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സൈൻ അപ്പ് കിട്ടുന്നില്ല എന്ന് അവര് പറയുന്നത്. സൈൻ അപ്പ് ഒന്നും കിട്ടുന്നില്ല എന്നാ പറഞ്ഞ അവര്. സൈൻ അപ്പ് ഇല്ലെങ്കിൽ ഓൾറെഡി ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും നേരിട്ട് മുകളിൽ പോകും. അപ്പം നിങ്ങളുടെ പിന്നെ പ്രൊഫൈൽ ചിത്രം അവിടെ കാണും, മുകളിൽ പ്രൊഫൈൽ ചിത്രം കാണും. ഇതുപോലെ ഞാൻ കാണിക്കാം. മിനിറ്റ്, ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ ഈ സൈൻ അപ്പ് ചെയ്തവരുടെ ഇവിടെ കണ്ടോ പേരിന്റെ നിങ്ങളുടെ പ്രൊഫൈലിന്റെ ചിഹ്നം ഇവിടെ കാണിക്കും. ഇല്ല എങ്കിൽ ഇവിടെ കാണിക്കും ലോഗിൻ അല്ലെങ്കിൽ സൈൻ അപ്പ്. ഇങ്ങനെ സൈൻ അപ്പ് ചെയ്ത ആളെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഇവിടെ ചാറ്റ് ചെയ്യുന്ന എല്ലാം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് കണ്ടോ, ഇവിടെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അവര്. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാൻ നമ്മുടെ ഓക്കെ റീനെയിം ചെയ്തിട്ട് ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കൊടുത്തു വെക്കാം. അപ്പൊ ആദ്യം കൊടുത്ത പ്രോംപ്റ്റ് ആണോ കാണിക്കുന്നത് ബട്ടർഫ്ലൈ എന്നുള്ളത്. നമ്മൾ ബട്ടർഫ്ലൈനെ കുറിച്ചുള്ള കവിതയാണല്ലോ ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഇന്നത്തെ ഡേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ സേവ് ചെയ്ത് വെക്കാം. അപ്പൊ ഏത് ദിവസം നോക്കുമ്പോൾ ഇന്നത്തെ ഡീറ്റെയിൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാം നമുക്ക്. കാരണം ഇനി എന്ത് വേണമെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ചാറ്റ് ചെയ്ത മുഴുവൻ ഡീറ്റെയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ലെഫ്റ്റ് സൈഡിൽ ഇത് എത്ര മാസങ്ങൾ മുമ്പ് ഉള്ളതും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ സൈൻ അപ്പ് ചെയ്യുന്നത്. സൈൻ അപ്പ് ചെയ്തിട്ടും പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി കാണാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, ക്ലിയർ ആണോ? മുന്നോട്ട് പോട്ടെ. ഞാൻ ഇത്ര പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് ChatGPT ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതൊന്ന് പ്രോംപ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് കാണിച്ചത്. 1-2 ഉദാഹരണങ്ങളാണ് കാണിച്ചത്. എങ്ങനെയാണ് ഒരു കവിത എടുക്കുക എന്നതും, ഒരു കഥ എടുക്കുക, പിന്നെ ആ കഥയെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് റീറൈറ്റ് ചെയ്യാം. ഈ റീറൈറ്റ് എന്നുള്ളത് നമ്മുടെ പഠിക്കുന്ന സാധനങ്ങളിലും നമ്മൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ, നിങ്ങളുടെ കയ്യിൽ ഒരു കണ്ടന്റ് ഉണ്ട്, ആ കണ്ടന്റിനെ നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്തുകൊണ്ടും ഇതേപോലെ റീറൈറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഉദാഹരണമായിട്ട് നിങ്ങൾ എഴുതിയ ഒരു പിന്നെ അതിലേക്കാണ് ഞാൻ വരുന്നത് സാർ, അതിലേക്കാണ് വരുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഞാനിപ്പോ എടുത്തത് ഇതിന്ന് എടുത്ത ഈ എസ്സേ. ഇപ്പൊ എനിക്ക് ഇതിന്റെ അറബി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ പ്രോംപ്റ്റ് നോക്കൂ, ട്രാൻസ്ലേറ്റ് ടു അറബിക് എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നോക്കിയേ, ആ മുകളിലുള്ളതിനെ മൊത്തം സിമ്പിൾ ആയിട്ട് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടോ. ഇപ്പോ നേരത്തെ ഞാൻ ഇതിൽ തന്നെ എടുത്ത ഒരു കണ്ടന്റ് ആയിരുന്നു, അതായത് പിന്നെ നമ്മുടെ എക്കോ സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള ഒരു എസ്സേ കണ്ടോ. നിങ്ങൾ എസ്സേ എടുക്കുന്നത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മുമ്പേ. ഈ സെയിം എസ്സേ ആണ് ഇപ്പോൾ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട്. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കിട്ടിയ കണ്ടന്റിന്റെ താഴ്ഭാഗത്ത് ഏത് ലാംഗ്വേജിലേക്കാണോ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ആ ട്രാൻസ്ലേറ്റ് ടു ഏത് ലാംഗ്വേജ് ആണോ അത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മലയാളം കൊടുത്തു നോക്കാം. ഇതിപ്പോ ട്രാൻസ്ലേറ്റ് കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് മലയാളത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസ്ലേറ്റ് ടു മലയാളം. ഓക്കെ, അവിടെ അത് തീർന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സെൻഡ് ബട്ടൺ ക്ലിയർ ആവും. അവിടെ ഓൾറെഡി ട്രാൻസ്ലേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? സ്റ്റോപ്പ് ചെയ്യാം, വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ അതാ കണ്ടോ മലയാളം വരുന്നുണ്ടോ? ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ChatGPT 3.5 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു. മലയാളം കുറച്ച് അച്ചട്ട് ഭാഷയാണ്. അത് അതിന്റെ ലാംഗ്വേജ് ക്ലിയർ ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ നമുക്കിത് കിട്ടുന്ന വേറെ ഉണ്ട്. ഞാൻ വേറെലേക്ക് പോകാം. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. പക്ഷെ ചില വാക്കുകളൊക്കെ ഒരു അച്ചട്ട് ഭാഷയായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയാണ് നമ്മൾ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് ഇതിന്ന് കണ്ടന്റുകൾ എടുക്കാം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കിയത് ഇനി നമ്മുടെ വേണ്ട ഭാഷയിലേക്ക് എങ്ങനെ ഇതിനെ പ്രോംപ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ പേടിക്കേണ്ടതില്ല. പലരും ഇപ്പൊ ഇംഗ്ലീഷ് പ്രോംപ്റ്റ് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. വേണ്ട, വെറുതെ നമുക്ക് മലയാളത്തിലും വേണമെങ്കിൽ നമ്മൾ ഇതിൽ പ്രോംപ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറയുന്നു ChatGPT ചെറിയ പ്രോബ്ലംസ് ഇപ്പോൾ ഉണ്ട്. ലാംഗ്വേജ് നമുക്കറിയാം, വേൾഡ് ലാംഗ്വേജുകളൊക്കെ ഓക്കെയാണ്. നമ്മുടെ മലയാളം പോലുള്ള റീജിയൻ ലാംഗ്വേജുകൾക്ക് ചില പരിമിതികൾ ഇപ്പോഴുണ്ട്. മലയാളം ട്രാൻസ്ലേറ്റർ ആവശ്യമുണ്ട്. എങ്ങനെ ആവശ്യമുണ്ടോ? മലയാളം ട്രാൻസ്ലേറ്ററേ ആവശ്യമുണ്ട് അല്ലേ? ഓക്കെ, അത് ഞാൻ കാണിച്ചത്. അതിന് വേറെ നമ്മൾ ഒന്നിലേക്ക് പോകുന്നുണ്ട്. ഇത് ക്ലിയർ ആണോ? നമുക്ക് അടുത്തിലേക്ക് പോകാം. ഇത് നമുക്ക് 1-2 കാര്യങ്ങളോട് പറയാനുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അതെ, അടുത്തിലേക്ക് പോട്ടെ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് ഗൂഗിളിനെ കുറിച്ച് കേട്ടില്ലേ? ഗൂഗിൾ ഉപയോഗിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലെ? നമ്മൾ ആദ്യം മുതലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്വറീസ് ഒക്കെ നമ്മൾ എവിടെ തീർത്തിരുന്നത്? അതായത് നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോവാ ഗൂഗിളിനോട് പോയി ചോദിക്കുക അല്ലേ? അപ്പൊ ഈ ChatGPT വന്നപ്പോ ഗൂഗിള് കുറച്ച് ഡൗൺ ആയി. എന്താ ആരും ഗൂഗിൾ ഉപയോഗിക്കാതായി. അതായത് ഗൂഗിൾ ഉപയോഗിക്കുമ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൊറി കൊടുക്കുമ്പോൾ ആ കൊറിക്ക് ആവശ്യമായിട്ടുള്ള ആൻസറുകളുടെ ലിങ്കുകളാണ്. ഇപ്പൊ എനിക്കിവിടെ ഒരു കവിത ചോദിക്കുമ്പോൾ പോയം നേരത്തെ കൊടുത്ത പോലെ നമുക്ക് കൊടുക്കണം. പോയം എബൌട്ട് ബട്ടർഫ്ലൈ എന്ന് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് തരുന്നത് ഈ ബട്ടർഫ്ലൈയുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വെച്ച സാധനം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്കുകൾ ഇവിടെ കാണിച്ചു തരാം. അതിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ളത് എടുക്കണം അല്ലേ? പക്ഷെ ChatGPT മനസ്സിലായത് എന്താ? നമ്മൾ ജസ്റ്റ് നമ്മുടെ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടേതായ കവിത അവിടെ വരികയാണ്. ഇങ്ങനെ വന്നപ്പോ പിന്നെ ഗൂഗിളിനെ ഉപയോഗിക്കാതായി. അപ്പൊ ഗൂഗിള് സ്വന്തമായിട്ട് പിന്നെ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ അവര് നിർമ്മിച്ച ചാറ്റ് ബോട്ടാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ചാറ്റ് ബോട്ടിന്റെ പേര്? ഗൂഗിളിന്റെ ചാറ്റ് ബോട്ടിന്റെ പേര് പറഞ്ഞോ. എന്താണ്? മൈക്രോസോഫ്റ്റ് ജെമിനി ആദ്യം പിന്നെ വന്നത് ബാർഡ് എന്ന പേരിലാണ്. BARD. പിന്നീട് കഴിഞ്ഞ മാസമാണ് അതിനെ, അല്ലെങ്കിൽ തൊട്ടടുത്ത മാസമാണ് അതിനെ എന്താക്കിയത്? ജെമിനി എന്നുള്ള പേരിലേക്ക് മാറ്റിയത്. ജെമിനി AI നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു, ഇനി ഞാൻ പറയാൻ പോകുന്നുണ്ടോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. ജെമിനി എങ്ങനെയാണ് ജെമിനി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ജെമിനി, ഗൂഗിൾ ജെമിനി അല്ലെങ്കിൽ വെറുതെ ജെമിനി AI എന്നുള്ളത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തിൽ കാണുന്ന ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക, എല്ലാവരും പുതിയതായിട്ട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കാണ് നമ്മൾ പോവുക. ജെമിനി സൂപ്പർ ചാർജ് യുവർ ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഇവിടെ ചാറ്റ് വിത്ത് ജെമിനി എന്നുള്ളതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ഇപ്പൊ ചെറിയ പ്രശ്നം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ മറ്റൊരു അക്കൗണ്ട് കാണിച്ചു തരാം. ഓക്കെ, ജെമിനി നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. എല്ലാവരും ഒന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.
അപ്പൊ ആദ്യത്തെ കാണുന്ന ജെമിനി എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ട് വിത്ത് ജെമിനി എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അലോ ചെയ്യാനുള്ള ഒരു 3 ബട്ടൺ ഉണ്ട്. അതിൽ ജസ്റ്റ് അലോ എന്ന് കൊടുത്തു പോവുക. അപ്പൊ നമുക്ക് ഹലോ നമ്മുടെ പേര് ഇങ്ങനെ കാണിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ പിന്നെ മെയിൽ ഐ ഡിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കഴിയാത്തത്. ഇതാണ് ജെമിനൈയുടെ ഇന്റർഫേസ്. ഓക്കെ, ഇതേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ജെമിനി എന്ന് ക്ലിക്ക് ചെയ്തു, ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളോട് അലോ ചില കാര്യങ്ങൾ അലോ ചെയ്യാൻ വേണ്ടി പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ സൈൻ അപ്പ് പ്രോസസ് ഒന്നുമില്ല. നമ്മൾ ഗൂഗിളിന്റെ ആയതുകൊണ്ട് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് അലോ ചെയ്ത് പോയാൽ മതി. ആർക്കെങ്കിലും ഉപയോഗിച്ച ആരെങ്കിലും ഉണ്ടോ? ജെമിനി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാ പറയുന്നത്. വേണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്യണ്ട. അതിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ജെമിനി ഇതാ ഞാൻ കാണിച്ചെന്നില്ലേ, ഇതാ ജെമിനി കണ്ടോ. ആദ്യത്തെ കാണുന്ന gemini.google.com ആദ്യത്തെ കാണുന്ന ഇതിലേക്കാണ് പോകേണ്ടത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നേരത്തെ കാണിച്ച അതൊന്നും കൂടെ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ അതിൽ ചെറിയ ഒരു എന്തോ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് അത് വരാത്തത്. ഞാൻ ഒന്നുകൂടെ പോളിസീസ് അലോ ചെയ്യാം. എങ്ങനെ ടേംസ് ആൻഡ് പ്രൈവസി അലോ ചെയ്യാം. പ്രൈവസി ഒന്ന് എന്ത് ചെയ്യാ, നമ്മള് അലോ കൊടുക്കുക. ഓക്കെ, ഞാൻ ഇതാ എവിടെയാണ് ചെയ്യേണ്ടത് ഞാൻ എങ്ങനെ സാറേ ഒന്നുകൂടെ കാണിച്ചു തരും സാറ്. ഇതാ ഇങ്ങനത്തെ വിൻഡോ വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതായത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാണല്ലോ അല്ലെ, നമ്മൾ ജെമിനി എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ കാണുന്ന ഗൂഗിൾ ജെമിനി എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരാം. ഇത് കാണാമല്ലോ എല്ലാവർക്കും? ഹലോ, ഇവിടെ ചാറ്റ് ജെമിനി കാണാണല്ലോ, ഒരു ബ്ലൂ ബട്ടൺ, ചാറ്റ് ടു സ്റ്റാർട്ട് റൈറ്റിംഗ്. ജെമിനി AI ഉണ്ട്, ഏതാ ക്ലിക്ക് ചെയ്യണ്ടേ? ചാറ്റ് വിത്ത് ജെമിനി കാണാനുണ്ടോ? AI എന്നുള്ളതാണോ? യെസ്. ഇതവിടെ ആദ്യം നമ്മൾ ചെയ്യുന്നത് ചാറ്റ് ജെമിനി AI എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കാണാം ഗൂഗിൾ ജെമിനി കാണുന്നുണ്ടോ? സ്പോൺസേഡ് ആദ്യത്തെ കാണുന്ന ഗൂഗിൾ ജെമിനി ഈ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴ്ഭാഗത്ത് ചാറ്റ് വിത്ത് ജെമിനി ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് കുറെ പ്രൈവസി അലോ എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജെമിനി ആപ്പ് കണ്ട് എങ്ങനെ ജെമിനി ആപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ആപ്പിൽ പോയ പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, അതിൽ ആവശ്യമില്ല. ഫോണിൽ നിങ്ങൾ നമുക്ക് ഗൂഗിൾ പിന്നെ ക്രോം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നേരിട്ട് നമുക്ക് പോകുന്നേ ഉള്ളൂ. ഇതേപോലെ പോകുന്നു. ഞാൻ ആരെങ്കിലും ചെയ്തു വരുന്നുണ്ട്. അതിന്റെ കൂടെ നോട്ട് ആവുന്നുണ്ട്. അപ്പൊ അത് അടിച്ചു കൊടുത്താൽ കിട്ടുന്നുണ്ട്. എങ്ങനെ നോട്ടിനാവുന്നുണ്ട്, അത് അടിച്ചു കൊടുത്താലേ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നതിന്റെ കൂടെ നോട്ടിനാവുന്നുണ്ട്, അത് അടിച്ചു കൊടുത്താൽ കിട്ടുന്നുണ്ട്. ആപ്പ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കൺക്ലൂഷനിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് പിന്നെ നിങ്ങളുടെ ഡൗട്ട് നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് ക്ലിയർ ചെയ്യാം. ഇതിലും സെയിം രീതിയിലാണ് പ്രോംപ്റ്റ് ചെയ്യുക. ഇവിടെ കണ്ടോ, എൻട്രേ പ്രോംപ്റ്റ് ഹിയർ എന്നുള്ളതിലാണ് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ എടുക്കുമ്പോൾ കുറച്ചുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു മൈക്ക് കാണാം. ചിലർ അപ്ഡേറ്റ് ആയിട്ടുള്ള ചാറ്റ് GPTയിൽ നമുക്ക് മൈക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ ഈ മൈക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ചോദ്യം അവിടെ പറഞ്ഞാൽ മതി. നമ്മുടെ റിസൾട്ട് അവിടെ വരും. ഓക്കെ, ദെൻ അങ്ങനെ കൊടുക്കാം. ദെൻ ഇനി ഇപ്പുറത്ത് തന്നെ നമുക്ക് ഫോട്ടോ വെച്ചിട്ട് നമുക്ക് പിന്നെ നമുക്കറിയാത്ത എന്തോ ഒരു ഡീറ്റെയിൽ ഉള്ള ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഏത് ഫോട്ടോയാണോ ആ ഫോട്ടോയെ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. അപ്പൊ ഇവിടെ ആ ഫോട്ടോ അപ്ലോഡ് ആവും. ദെൻ എൻറ്റർ എ പ്രോംപ്റ്റ് ഹിയർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കുക. അതായത് ഇപ്പൊ എനിക്ക് വേണം ഇതിനെ കുറിച്ചൊരു പോയാ വേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊരു എസ്സേ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പിക്ചറിനെ കുറിച്ചുള്ള എസ്സേ ക്രിയേറ്റ് ചെയ്ത് തരും. അങ്ങനെ കുറെ അഡ്വാൻസ് എന്തുണ്ട് ജെമിനിയിൽ ഉണ്ട്. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് AI ടൂളുകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിക്കാം. നിങ്ങളുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഇസ്മായിൽ സാറ് അല്ലെ? ഇസ്മായിൽ സാറ് അറബി സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? അപ്പൊ ഒന്ന് കേക്കാം. കേട്ടിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സർ, അസൈൻമെന്റ് കാര്യങ്ങൾ ഇതിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവോ? ഇത് ചാറ്റ് ജി പി ആണ് ഇതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല. പക്ഷേ പക്ഷേ അസൈൻമെന്റിന്റെ ആൻസറുകളൊക്കെ കറക്റ്റ് ആയിട്ടാ വന്നിട്ടുള്ളത് സാർ. ഇതില് നമുക്ക് അസൈൻമെന്റിന് ക്വസ്റ്റ്യൻ തന്നപ്പോ ആൻസർ തന്നത് GPT, ചാറ്റ് GPT തന്ന ആൻസർ ഒക്കെ കറക്റ്റ് ആണ്. അതെ, അല്ല കറക്റ്റ് തരിക. അതെ ഞാൻ പറഞ്ഞത്. ആരെങ്കിലും നോക്ക്, നിങ്ങളുടെ പിന്നെ ഇസ്മായിൽ സാറ് അറബി സംസാരിക്കുന്നത് കേട്ടോളൂ. مرحبا بكم في ندوتنا عبر الإنترنت اليوم. نحن متحمسون لمشاركتكم معنا. نتطلع إلى تقديم عرض تقديمي مفيد وممتع. سيكون هناك أيضا متسع للأسئلة والأجوبة في نهاية العرض التقديمي. شكرا لكم. ഓക്കെ, കേട്ടോ? സർ, എനിക്ക് നിങ്ങളുടെ നഫീസ മാം അയച്ചു തന്ന ഒരു ചിത്രം മാത്രമേ നമ്മുടെ പിന്നെ സാറിനെ വെച്ചിട്ട് ഞാൻ ചെയ്ത ഒരു പിന്നെ ആ പിക്ചർ മാത്രം വെച്ചുകൊണ്ട് ചെയ്ത ഒന്നാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതേപോലെ ധാരാളം AI ടൂളുകൾ നിങ്ങൾക്ക് ഒന്ന് പരിശ്രമിച്ച് നോക്കുക. സ്റ്റുഡിയോ DID എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഞാൻ സമയം കഴിഞ്ഞതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്താണെന്ന് ആ പേരെന്താ പറഞ്ഞത്? സ്റ്റുഡിയോ DID. സ്റ്റുഡിയോ ഞാൻ സാറേ, ഇതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മളെ വാട്സപ്പിലും വരാറുണ്ട് ഒരു നീല റൗണ്ട് ആയിട്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നടക്കും. അതിലും നമുക്ക് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്ത ആൻസർ കറക്റ്റ് കിട്ടും. ഒരു വേർഡ് വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇനി ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, എന്തെങ്കിലും ആർക്കെങ്കിലും അസൈൻമെന്റിന്റെ ഒന്ന് ക്ലിയർ ചെയ്ത് തരുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അസൈൻമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് അറിയോ? പൂർണ്ണമായിട്ട് അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞിട്ട് അവസാനിക്കാം. പൂർണ്ണമായിട്ട് ഇവിടെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മുടെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടും. അങ്ങനെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അസൈൻമെന്റിന് വേണ്ടിയിട്ട് 1, 2, 3 സാധനങ്ങൾ അതിന് എടുക്കുക. എന്നിട്ട് നമ്മുടേതാക്കി അതിനെ മാറ്റുക. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട് ഒരു എസ്സേ വേണമെന്നുണ്ടെങ്കിൽ 5 എസ്സേ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. 5 എസ്സേ വരുമ്പോൾ 5 ഡിഫറെന്റ് ടൈപ്പുള്ള നിങ്ങൾക്ക് കിട്ടും. അതിനെ നിങ്ങളുടേതാക്കിയിട്ട് മാറ്റിയിട്ട് ചെയ്യുമ്പോൾ അതിൽ ക്രിയേറ്റിവിറ്റി ഉണ്ട്. അല്ലാതെ ഒരെണ്ണം എടുത്തിട്ട് അതിനെ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അപ്പാടെ ഇല്ലാതെയാവും. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ഓക്കെ, അത് ഏത് കാര്യത്തിലും നല്ലതിന് വേണ്ടി മാത്രം ഇതിനെ ഉപയോഗപ്പെടുത്തുക. അതായത് ഞാൻ പറയുന്നു, അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് ഒറ്റ റിസൾട്ട് അല്ല നമ്മൾ എടുക്കേണ്ടത്. അവിടെ കൊടുക്കേണ്ടത് 5 or 3, 2 കൊടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടേതാക്കിയിട്ട് അതിനെ മാറ്റണം. എന്നിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ അതായത് നമ്മുടെ റെഫറൻസ് എന്ന രീതിയിലാണ് ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും. ഒന്നിനെടുത്ത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല, അതിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ 1, 2, 3, 5 എടുത്തിട്ട് അതിനെ കൂടുതലാക്കിയിട്ട് നമ്മള് ഓക്കെ. അപ്പൊ മറ്റേ നിങ്ങൾ ട്രൈ ചെയ്തേ പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ആർക്കെങ്കിലും ഒരാൾ ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സർ, സൂപ്പർ ക്ലാസ് ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു ജനറേഷന് പറഞ്ഞു തരാൻ പറ്റിയ ക്ലാസ് ആണ്. ഇപ്പത്തെ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ അവർക്ക് എല്ലാം അറിയാം. നെറ്റ്വർക്കിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നേ ഉള്ളൂ. നല്ല ക്ലാസ് ആണ്. ഞങ്ങളെ സംബന്ധിച്ച് ആപ്പുകൾ ഇനിയും ഡൗൺലോഡ് ചെയ്യാനും ഇനിയും അറിയാനൊക്കെ ഉണ്ട്. താങ്ക് യു. നമുക്ക് കൂടുതൽ ഒരുപാട് ടൂളുകളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും എന്റെ പേരിൽ പ്രത്യേക നന്ദി പറയാണ്. ഇതിലേക്ക് ക്ഷണിച്ച സ്മൈലിക്കും പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മാം, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ സർ, ഹോസ്റ്റ് എന്തെങ്കിലും പറയുന്നുണ്ടോ? അവസാനിപ്പിക്കാം. താങ്ക് യു സർ, ഒരുപാട് നന്ദിയുണ്ട്. സൺഡേ സ്പെഷ്യൽ ഗസ്റ്റായി വന്നതിനും പുതിയ കാലയളവിലെ സംവിധാനങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തതിനും ലിറ്റു സ്മൈലിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.
താങ്ക് യു താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സാർ. നല്ലൊരു മോട്ടിവേഷൻ ആയി.